ഞാൻ അമ്മ നിൽക്കുമ്പോ എങ്ങനെ ഞാൻ തുറന്നു മോനിക്ക എന്റെ കുഞ്ഞിത് അറിഞ്ഞിട്ടില്ല, എന്റെ കുഞ്ഞ് അറിഞ്ഞിട്ടേ ഇല്ലേ. നീ കരയാടി, എല്ലാരും നിന്നെ രക്ഷിക്കടി. ആ കുഞ്ഞിന് വേണ്ടി എന്റെ പൊന്നുമോ എന്റെ വീട്ടിലായിരുന്നു. സർജറി ചെയ്ത് കഴിഞ്ഞാൽ അമ്മയുടെ കൊച്ചുമോൻ രക്ഷപ്പെടും. അമ്മ കരയരുത്. കള്ള മക്കളെ, സത്യമായിട്ടും അമ്മ വിഷമിക്കണ്ട. അമ്മ നമ്മുടെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാരും അമ്മയുടെ സങ്കടം കാണും, അമ്മയെ സഹായിക്കും. അമ്മ കരയരുത്, അമ്മ കരയരുത്. അമ്മയ്ക്ക് എന്തേലും വന്നു കഴിഞ്ഞാൽ ഞാൻ പോട്ടെ, 70 വയസ്സായി എനിക്ക്. ഇനി ഞാൻ ചത്താ കുഴപ്പമില്ല. അങ്ങനല്ല, എന്റെ കൊച്ചിന്റെ ജീവൻ തിരിച്ചു കിട്ടിയാ മതി. അമ്മയുടെ കൊച്ചിന്റെ ജീവൻ രക്ഷിക്കാനല്ലേ ഞാനിപ്പോ ഈ വീഡിയോ എടുക്കാൻ വന്നത്. ആണോ അമ്മ? വേണ്ടേ? അമ്മയുടെ കൊച്ചുമോന് 2.5 ലക്ഷം രൂപ കെട്ടിവെച്ച 2 ദിവസത്തിനുള്ളിൽ സർജറി നടത്തുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി വീഡിയോ എടുക്കാനാണ് ഇവിടെ വന്നത്. അമ്മയ്ക്ക് അറിയത്തില്ല മോന്റെ അസുഖം എന്താ ഏതാന്നൊന്നും. ഞാൻ അമ്മയോട് മറച്ചു വെച്ചേക്കുമായിരുന്നു. ബാക്കി ഈ നാട്ടുകാർക്ക് എല്ലാവരോടും ഞാൻ പറഞ്ഞു സഹായത്തിന് വേണ്ടി. ഇവിടെ അമ്മയുടെ മോൻ മരിച്ചിട്ട് 70 ദിവസമല്ലേ ആയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം ഞാൻ പറയാതിരുന്നത്. നിങ്ങൾക്കത് താങ്ങാനുള്ള പ്രാർത്ഥിയില്ല, നിങ്ങൾ അസുഖക്കാരി കൂടെ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. കുഞ്ഞിന് ഇത്തിരി സീരിയസ് ക്രിട്ടിക്കലാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതാണ് എൻ്റെ വീട്, 3 സെന്റേ ഉള്ളു. അതിനകത്തൊരു മാടം വെച്ച് അത് മൊത്തം പൊളിഞ്ഞു വീണ് മഴയായിരുന്നു. അത് മൊത്തം ഇപ്പം വാടകയ്ക്ക് അപ്പുറത്തോട്ട് മാറി. വാടക കൊടുക്കാനും നിവൃത്തിയില്ല, കൊച്ചിനെ ചികിത്സിക്കാനും നിവൃത്തിയില്ല. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത എനിക്ക് തന്നെ എൻ്റെ കുഞ്ഞിന് അസുഖം തന്നത്. 3 ദിവസത്തിനകം ഈ കുഞ്ഞിന് 2.5 ലക്ഷം രൂപ കൊടുത്ത് രക്ഷിക്കാനുള്ള സഹായം നിങ്ങൾ ഇത് കൊടുക്കണമെന്ന് ഞാൻ താഴ്മയായി നിങ്ങളോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ കുഞ്ഞിന്റെ അവസ്ഥ കണ്ട് നിങ്ങളെ കൊണ്ട് സഹായം 3 ദിവസത്തിനുള്ളിൽ ഈ കുഞ്ഞിനെ സഹായിച്ച് ആ കുഞ്ഞിനാകുമ്പോ രക്ഷ സഹായിക്കണമെന്ന് ഞങ്ങൾ ഈ അയൽവക്കക്കാരായ എല്ലാരും ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞിനെ നിങ്ങൾ ആരും കൈവിടല്ലേ. സുഹൃത്തുക്കളെ, ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം പഞ്ചായത്തിൽ അക്കോണം 6-ാം വാർഡിലാണ്. ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് 17 വയസ്സുള്ളൊരു കുഞ്ഞു മോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. അപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൊടുത്ത് സഹായിക്കണം. കാരണം നമ്മുടെ അക്കൗണ്ടിൽ ഒരു 1000 രൂപയുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു 100 രൂപയെങ്കിലും കൊടുത്ത് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിന്റെ സർജറി നടത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ സ്വന്തം മക്കളുടെ അവസ്ഥ നമ്മൾ ഓർക്കണം. നാളെ നമ്മുടെ കുടുംബത്തും ഇതേപോലെ ഒരു അവസ്ഥ വരാം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുന്നവര് മാക്സിമം ഇത് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. 2 ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ 2 ദിവസം കൊണ്ട് 2.5 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക. സഹായിക്കാൻ പറ്റുന്നവര് തീർച്ചയായിട്ടും ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരു തുകയെങ്കിലും കൊടുത്ത് ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കുക. ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ആരും ഇത് തട്ടിമാറ്റി കളഞ്ഞു പോകരുതേ പ്രിയപ്പെട്ടവരെ. എന്റെ കുഞ്ഞിന്റെ അസുഖം മാറ്റി തരണേ. എല്ലാരും കൂടെ കൂടി എനിക്ക് യാതൊരു നിവർത്തിയില്ല. എന്നും ഞാൻ എന്റെ പൊന്നുമോന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവനേ. ഭഗവാനെ, എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അവനെ നല്ലതാക്കി കൊണ്ടുതരണേ. നാട്ടുകാരെ, ഞങ്ങൾക്ക് ആരുമില്ലാത്തയാണേ. ഇതറിഞ്ഞതിന് ശേഷം വെള്ളം പോലും കുടിക്കാതെ ഞാൻ ആശുപത്രിയിൽ നിന്നതാണ്. ഞാൻ ആരോടെല്ലാം ചോദിച്ചിട്ടൊന്നും 10 പൈസ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇന്നലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളു. ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിന് വേണ്ടി ഓപ്പറേഷന് വേണ്ടി പൈസയ്ക്ക് ഓടുക. ഞാൻ നെട്ടോട്ടം കിടന്ന് ഓടിയിട്ട് ഒന്നും കിട്ടുന്ന അങ്ങനെ ചാനലുകാർ വന്നത്. എങ്കിലും എന്നെ സഹായിക്കണം. 2 ദിവസമേ ഉള്ളു സർജറിക്ക്. ഈ 2.5 ലക്ഷം രൂപ എവിടെ നിന്ന് ഒപ്പിക്കും, ഞാൻ എങ്ങനെ ഒപ്പിക്കും ഒന്നും എനിക്കറിയത്തില്ല. ഇതൊന്നും എനിക്ക് പറയാനും അറിയത്തില്ല, എടുക്കാനും അറിയാം. എനിക്ക് ATM ഇല്ല, ഗൂഗിൾ പേയും ഇല്ല, ഒന്നുമില്ല. എൻ്റെ അനിയത്തിയുടെ പേരിലാണ് ഞാൻ ഇത് എടുക്കാൻ പോണത്. അക്കൗണ്ട് ATM ഗൂഗിൾ പേ ഒക്കെ എടുത്ത്. അനിയത്തിയുടെ പേര് രഞ്ജിനി. രഞ്ജിനിയുടെ പേരിലാണ് അക്കൗണ്ട് ഉള്ളത്. ഈ വീഡിയോ എടുക്കുന്ന ഇന്ന് ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ ആണ്. ഇന്ന് ബാങ്ക് അവധിയാണ്.
അപ്പൊ ഈ ചേച്ചിക്ക് ATM ഗൂഗിൾ പേയോ ഒന്നുമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ ഈ പൈസ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചേച്ചിയുടെ സ്വന്തം അനിയത്തി രഞ്ജിനി എന്ന് പറയുന്ന അനിയത്തിയുടെ ഗൂഗിൾ പേയും അക്കൗണ്ട് ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പരമാവധി നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ തുക കൊടുത്തെങ്കിലും ഈ മോന്റെ ജീവൻ നിങ്ങൾ രക്ഷിക്കണം. 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ കുഞ്ഞിനെ ജീവനോടെ കിട്ടില്ല. അത്രയ്ക്ക് ഒരു അവസ്ഥയായതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്.